ഹായ്, ഓടത്തെ കിച്ചണിലേക്ക് സ്വാഗതം. റാഗിപ്പൊടി കൊണ്ട് സ്വാദുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവം ഉണ്ടാക്കാമെന്ന്. ആവശ്യത്തിന് റാഗിപ്പൊടി എടുക്കാം. വറുത്ത പൊടിയാണിത്. ഏകദേശം ഒരു 1.5 കപ്പ് അളവിലാണ് എടുത്തേക്കണം. റാഗിപ്പൊടിയിലേക്ക് ഏലക്കായും പഞ്ചസാരയും കൂടി, ഒരു 8 ഏലക്കായും 2 സ്പൂൺ പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്താണിത്. ഇത് ചേർക്കാം. ഈന്തപ്പഴം 12 എണ്ണം എടുത്തിട്ടുണ്ട്. ചൂടുവെള്ളത്തിൽ കുതിർത്തിയതാണ്. കുരു കളഞ്ഞ് 1 മണിക്കൂർ കുതിർത്തിട്ടുണ്ട്. ഇതിലേക്ക് ശർക്കരപ്പൊടി ചേർക്കാം. 1/4 കപ്പ് ശർക്കരപ്പൊടി ഉണ്ടാവും. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഡേറ്റ്സ് കുതിർത്തതും ശർക്കരപ്പൊടിയും കൂടി ചേർക്കാം. ശർക്കര അച്ചാണെങ്കിൽ പാനി കാച്ചിയിട്ട് തണുക്കുമ്പോൾ ഡേറ്റ്സിൻ്റെ ഒപ്പം ചേർക്കാം. ഇനി മിക്സിയിൽ അടിച്ചെടുത്ത ഈന്തപ്പഴവും ശർക്കരയും കൂടിയുള്ള മിക്സ് കുറേശ്ശെയായിട്ട് ഈ മാവിലേക്ക് ചേർത്തിളക്കാം. ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ചേർക്കുന്നുണ്ട്. റാഗിപ്പൊടി അബ്സോർബ് ചെയ്യുന്നതിനനുസരിച്ച് വെള്ളം ഒഴിക്കാം. ഈ കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അപ്പത്തിൻ്റെ മാവ് പോലെ ആവും. ഇതിലേക്ക് 2 ടീസ്പൂൺ എള്ളും കൂടി ചേർക്കാം. നന്നായി യോജിപ്പിക്കാം. ഇപ്പം മാവ് റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലി തട്ടിൽ ഒരു തുള്ളി എണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി മാവ് ഒഴിക്കാം. റാഗിക്ക് വേവുള്ളതുകൊണ്ട് ഒരു 15 മിനിറ്റ് നേരം ആവി കയറ്റേണ്ടി വരും. ഇനി വറുത്ത കപ്പലണ്ടി മുകളിൽ വെതറാം. കാഷ്യൂ നട്ട്സോ ബദാമോ എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ ചേർക്കാം. 2 തട്ടിലേക്കുള്ള മാവുണ്ടാവും നമ്മൾ ഈ പറഞ്ഞ കണക്കിന് എടുക്കുമ്പോൾ. ഒന്നിങ്ങനെ ഇളക്കിയാൽ സ്പ്രെഡ് ആയിക്കോളും മാവ്. ഇതിലും കപ്പലണ്ടി വെതറാം. തരതിരിപ്പായിട്ട് പൊടിച്ച് വെതറുകയും ചെയ്യാം. വെള്ളം ഏകദേശം തിളവന്നു തുടങ്ങി. റാഗിയപ്പം ആവി കയറ്റാൻ വേണ്ടി വയ്ക്കാം. 15 മിനിറ്റായി. വെന്തിട്ടുണ്ട് പാകത്തിന്. ചൂടാറിയിട്ട് തട്ടിന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ റാഗിയപ്പം റെഡിയായി കഴിഞ്ഞു. റാഗി കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കും ഇത് ഇഷ്ടമാവും. മധുരം എത്ര വേണ്ടെന്ന് വെച്ചാൽ ശർക്കരയുടെ അളവ് കുറച്ചാൽ മതി. പുറത്തുനിന്ന് സ്വീറ്റ്സ് വാങ്ങി കഴിക്കുന്നേക്കാളും ആരോഗ്യത്തിന് നല്ലത് ഇങ്ങനെ വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോഴാണ്. കുട്ടികൾക്ക് വേണ്ടിയാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ മാവിൽ ഇത്തിരി നെയ്യും കൂടി ചേർക്കാം. ഇഷ്ടമായ ഓടത്തെ കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യുക. വേറൊരു വിഭവമായിട്ട് കാണാം. താങ്ക് യു.